ഹായ്, കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിവിടെ കുഞ്ഞു ഞണ്ട് കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ടൊരു കറി വയ്ക്കാം. ഈ വീഡിയോ കാണുന്നവ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് തരിക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറി ലീഫ് ഇടാം. കറി ലീഫ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇടാം. സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. പച്ചമുളകും ജസ്റ്റ് ഒന്ന് വഴറ്റി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പും ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം സവാള നന്നായി ഒന്ന് വഴണ്ട് ബ്രൗൺ നിറമാകണം. ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം. ഒരു ജാർ എടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ ആഡ് ചെയ്യുക. അതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഇവിടെ സവാള നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയെ ആഡ് ചെയ്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് ഇത് നന്നായി ഈ ഇട്ട പൊടികളുടെ പച്ച ചുവ മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റുക. നന്നായി വഴണ്ട് നല്ല ബ്രൗൺ നിറമായി വരണം. അതായത് ഈ പൊടികളെല്ലാം നല്ല മൂത്ത് വരണം. നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. വെള്ളവും ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് പൊത്തി അടച്ചു വെച്ച് വേവിക്കാം. ഈ കൂട്ടും സവാള എല്ലാം നല്ലതുപോലെ വെന്ത് വരണം. ഇതാ ഇവിടെ വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ഗരം മസാലയും ചേർത്ത് അരച്ച കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉപ്പ് നോക്കി. ഉപ്പ് അല്പം കുറവ് പോലെ തോന്നി. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ആഡ് ചെയ്യാം. ഞണ്ട് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി പൊത്തി അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കുഞ്ഞു ഞണ്ടാണ്. കുഞ്ഞു ഞണ്ടായിരുന്നാലും വാങ്ങും. കറി വയ്ക്കുമ്പോൾ ആ ഞണ്ടിൻ്റെ ടേസ്റ്റ് നല്ലതുപോലെ കിട്ടും. ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് കുഞ്ഞു ഞണ്ടായിരുന്നാലും ഞാൻ വാങ്ങും. ഇതിനു മുമ്പേ ഞണ്ട് തോരൻ വെച്ച ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതെല്ലാവരും പോയി കാണുക. കണ്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതാ ഞാനിവിടെ അടച്ചു വെച്ചു. അല്പനേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഞണ്ട് നന്നായി തിളച്ച് ഞണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും കുറച്ചുകൂടെ ആ കറി വറ്റുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി ഉപ്പ് നോക്കി. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ അടച്ചു വെച്ച് വേവിക്കുകയാണ്. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഞണ്ടിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല സൂപ്പറായിട്ട് ഞണ്ട് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ആ ബെല്ലൈക്കണോടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. താങ്ക് യു.